ഷെഡ്യൂൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏകദേശം പുലർച്ചെ 1 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക. ആ ടൈമിൽ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മന്തി, ഫിഷ് ബാർബിക്യൂ, അതുപോലെ തന്നെ ഹണി ചിക്കനൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അധികവും മന്തി തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ ഫിഷ് ബാർബിക്യൂ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായെങ്കിലും ഞങ്ങൾ ഇതുവരെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് പോണത് വക്രയിൽ ബീച്ച് സൈഡിലേക്കാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് നടക്കാനുള്ള ഒരു ദൂരം തന്നെ ഉള്ളൂ. ഞങ്ങൾക്ക് അടുത്തായിട്ടാണ് ബീച്ച് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സൂക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടക്കട്ടെ. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് ബീച്ചിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുകയാണ്. അതിനായിട്ടായിട്ട് ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളൊരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പോപ്കോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു പോപ്കോണിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല. എനിക്ക് പോപ്കോൺ പൊതുവേ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ. പിന്നെ പൊട്ടാറ്റോട്ടുള്ള ഈ ഒരു ഐറ്റും പിന്നെ സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ റീൽസിലൊക്കെ നല്ല വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നല്ലോ. ഞാനിതുവരെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ റൂമിൽ നിന്ന് മന്തി കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കാര്യമായിട്ട് കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി തന്നെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ അവിടെ ഉള്ള ഒരു പാർക്കിലോട്ടാണ് പോയത്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ടൈം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു. ഐസുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു പാർക്കൊക്കെ വന്നപ്പോൾ. ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഏതിലാണ് കയറേണ്ടതെന്ന് തന്നെ അറിയാത്തൊരവസ്ഥയായിരുന്നു. എല്ലാത്തിലും കയറി നോക്കുന്നുണ്ടായിരുന്നു അവൾ. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ വന്നിട്ട് 2-3 ദിവസമായ ടൈമിലാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.